ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് നമ്മൾ അൽഗോരിതംസ് ആണ് ഡിസ്കസ് ചെയ്തത്. അൽഗോരിതത്തിൻ്റെ 2-3 സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് ഫ്ലോ ചാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് നമ്മൾ കാണിച്ച അൽഗോരിതത്തിൻ്റെ സെയിം അൽഗോരിതത്തിൻ്റെ ഫ്ലോ ചാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വരയ്ക്കാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ അൽഗോരിതത്തിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഫ്ലോ ചാർട്ട്. അത്രയേ ഉള്ളൂ. എന്താണോ അൽഗോരിതം അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പം ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബോക്സസ് ഒക്കെ ഉപയോഗിച്ച് ആരോസ് ഒക്കെ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് നമ്മളൊരു ഗ്രാഫ് പോലെ, അതായത് ബ്ലോക്ക് ഡയഗ്രാമിൻ്റെ ഒരു ഫ്ലോ ഓഫ് ഡയഗ്രാം പോലെ അതിങ്ങനെ ഫ്ലോ ചാർട്ട് പോലെ അത് വരച്ച് കാണിക്കും ആ അൽഗോരിതം. അത്രയേ ഉള്ളൂ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലോ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അൽഗോരിതം വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല എന്ന് പറയും, അതിൻ്റെ ലോജിക്ക് പെട്ടെന്ന് കത്തിയില്ല എന്ന് വരും, ഈസി ആയിട്ട് ഡൈജസ്റ്റ് ആയില്ല എന്നൊക്കെ വരും. അതായത് പെട്ടെന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കത്തില്ല ചിലപ്പോൾ 20, 30 അല്ലെങ്കിൽ 40 ലൈൻസ് ഉള്ള ഒരു അൽഗോരിതം എന്ന് പറയുന്നത്. പക്ഷേ അപ്പോൾ അങ്ങനത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള അൽഗോരിതം ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. സിമ്പിളായിട്ടുള്ള അൽഗോരിതം ആണെങ്കിൽ നമുക്ക് അൽഗോരിതം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ വളരെ ലെങ്തി ആയിട്ടുള്ള അൽഗോരിതം ഒക്കെ ആണെങ്കിൽ ഒരു 10, 20, 25 സ്റ്റെപ്സ് ഉള്ള അൽഗോരിതം ഒക്കെ ആണെങ്കിൽ വായിക്കുമ്പോൾ നമുക്ക് നേരെ മനസ്സിലായില്ല എന്ന് വരും. അതേ അൽഗോരിതം തന്നെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഈ ഫ്ലോ ചാർട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ലിമിറ്റേഷൻ എന്തെന്ന് പറഞ്ഞാൽ ഒരു 20-30 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ള അൽഗോരിതം എന്ന് പറഞ്ഞാൽ അത്രയും തന്നെ ഈ ബോക്സസ് ഒക്കെ വരയ്ക്കേണ്ടി വരും. അപ്പോൾ അത്രയും ബോക്സസ് വരയ്ക്കുക ഒരുപാട് ലെങ്തി ആയി പോകും ഈ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഒരു പേജിലോ അല്ലെങ്കിൽ 2 പേജിലോ ഒന്നും നിൽക്കാതെ 3-4 പേജിലൊക്കെ അങ്ങ് ആയിപ്പോകും. അത്രത്തോളം ലെങ്തി ആയിട്ടുള്ള അത്രയും നീളത്തിൽ നമ്മൾ ഫ്ലോ ചാർട്ട് വരയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കൂടുതൽ സ്പേസ് എടുക്കും ഫ്ലോ ചാർട്ട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈ ഫിഗേഴ്സൊക്കെ വരയ്ക്കുന്നതായതുകൊണ്ട് കൂടുതൽ ടൈം എടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഈ ഫ്ലോ ചാർട്ടിനുണ്ട്. പക്ഷേ അൽഗോരിതത്തിനേക്കാളും ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഫ്ലോ ചാർട്ടാണ് ബെറ്റർ. അപ്പോൾ എക്സാമിന് ഫ്ലോ ചാർട്ട് ഒരുപക്ഷെ ക്വസ്റ്റ്യൻ തന്നിട്ട് ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പറയും, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൻ്റെ അൽഗോരിതവും ഫ്ലോ ചാർട്ടും കൂടെ വരയ്ക്കാൻ പറയും. അതല്ല എങ്കിൽ മേ ബി 2-3 മാർക്സിന് ഫ്ലോ ചാർട്ടിൽ ഉപയോഗിക്കുന്ന സിമ്പിൾസ് ഏതൊക്കെയാണെന്ന് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും പറയും. ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് മെയിനായിട്ട് ഫ്ലോ ചാർട്ട് വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന സിമ്പിൾസ് എന്നുള്ളത്. അപ്പോൾ ഇത് ഓരോ സിമ്പിൾസിൻ്റെ ആ ഷേപ്പും വരയ്ക്കണം, അതിന് ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. അതായത് എന്തിനാണ് ആ സിമ്പിൾസ് ഉപയോഗിക്കുന്നത്, എന്ത് ഫംഗ്ഷൻ റെപ്രസെൻറ്റ് ചെയ്യാനാണ്, എന്ത് സ്റ്റേറ്റ്മെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യാനാണ് ആ സിമ്പിൾ ഉപയോഗിക്കുന്നത് എന്നും ആ സിമ്പിളിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷന്, അതായത് പാരലോഗ്രാം ആണോ, റെക്റ്റാങ്കിൾ ആണോ, ഡയമണ്ട് ഷേപ്പ് അങ്ങനത്തെ ഷേപ്പാണോ എന്ന് കാണിക്കാനായിട്ട് ആ ഫംഗ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ 3-4 മാർക്സിൻ്റെ ക്വസ്റ്റ്യനായിട്ടായിരിക്കും ഈ ഫ്ലോ ചാർട്ട് സിമ്പിൾസ് വരയ്ക്കാൻ പറയുന്നത്. ഇത് ആക്ച്വലി നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, പുതിയതായിട്ടുള്ള കാര്യമൊന്നുമല്ല. ആദ്യം നമുക്ക് ഓരോന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം സിമ്പിൾസ് ഏതൊക്കെയാണെന്ന്. ആദ്യത്തേത് ഇങ്ങനെ ഓവൽ ഷേപ്പിലുള്ള സിമ്പിൾ, അതായത് റെക്റ്റാങ്കിൾ, അതിൻ്റെ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സർക്കുലർ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ സിമ്പിളാണ്. അത് സ്റ്റാർട്ട് അല്ലെങ്കിൽ എൻഡ് എന്ന സ്റ്റെപ്പ് എഴുതാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സിമ്പിൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് സ്റ്റാർട്ട് എന്നായിരിക്കും എഴുതുന്നത്. അതുപോലെ തന്നെ ഫ്ലോ ചാർട്ട് അവസാനിക്കലും ഇങ്ങനെ ഒരു സിമ്പിളിലായിരിക്കും, അത് എൻഡ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിമ്പിളായിരിക്കും. അപ്പോൾ ഈ 2 സിമ്പിളിൻ്റെ ഇടയിലായിരിക്കും ബാക്കിയുള്ള സിമ്പിൾസ് എല്ലാം നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലോ ചാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ സിമ്പിളായിരിക്കും, സ്റ്റോപ്പ് ചെയ്യുന്നത് ഈ ഒരു സിമ്പിളായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അങ്ങനെ സ്റ്റാർട്ടും എൻഡും കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സിമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്ന സിമ്പിൾ. അടുത്ത ഒരു സിമ്പിളാണ് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഈ പാരലോഗ്രാം എന്ന് പറയുന്ന ഈ സിമ്പിൾ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം പാരലോഗ്രാം എന്ന് പറയുന്ന സിമ്പിൾ. ഇതെന്ന് പറയുന്നത് ഇപ്പം ഇൻപുട്ട് എ അല്ലെങ്കിൽ ഇൻപുട്ട് ബി അല്ലെങ്കിൽ ഇൻപുട്ട് 3 നമ്പേഴ്സ് എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ പാരലോഗ്രാമിൻ്റെ അകത്തായിരിക്കും നമ്മൾ അങ്ങനെ എഴുതുന്നത്. എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ഇൻപുട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് മെൻഷൻ ചെയ്യേണ്ടതെങ്കിൽ ഈ പാരലോഗ്രാം ഉപയോഗിക്കും. അതുപോലെ എന്തെങ്കിലും വാല്യൂ പ്രിൻറ്റ് ചെയ്യുക, എന്തെങ്കിലും വാല്യൂ ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ഔട്ട്പുട്ട് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ ഈ പാരലോഗ്രാമിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേസമയം എന്തെങ്കിലും പ്രോസസ്സാണ് ആ സ്റ്റേറ്റ്മെൻറ്റിലെങ്കിൽ അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെ റെക്റ്റാങ്കിൾ വരച്ചായിരിക്കും. പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് ചെയ്ത വാല്യൂസ് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ റെപ്രസെൻറ്റ് ചെയ്ത് ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് എന്തെങ്കിലും സ്റ്റെപ്പാണ് എങ്കിൽ ആ സ്റ്റെപ്പ്, അങ്ങനത്തെ സ്റ്റെപ്പുകളെല്ലാം നമ്മളിങ്ങനെ പ്രോസസ് സിമ്പിൾ, അതായത് ഇങ്ങനെ റെക്റ്റാങ്കിൾ സിമ്പിളിൻ്റെ അകത്തായിരിക്കും നമ്മളങ്ങനെ എഴുതുന്നത്. അപ്പം ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇക്വേഷനൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുവെങ്കിൽ അത് ഇങ്ങനെ റെക്റ്റാങ്കിൾ വരച്ചിട്ടായിരിക്കും ആ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പാണ് വരുന്നതെങ്കിൽ അത് ഈ റെക്റ്റാങ്കിളിൻ്റെ അകത്തായിരിക്കും നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഇതെന്ന് പറയുന്ന ഒരു ഡയമണ്ട് ഷേപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് ഡിസിഷൻ ബോക്സ് എന്ന് പറയും.
ഇത് ഉപയോഗിക്കുന്നത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അൽഗോരിതം വരികയാണെങ്കിൽ, അതായത് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പോലെയാണല്ലോ, ഒരു ഡിസിഷനാണ്. അതിന് 2 ഔട്ട്പുട്ടുണ്ട്. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്ന ഔട്ട്പുട്ട് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ രൂപത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെയാണ് വരുന്നതെങ്കിൽ അത് നമ്മളിങ്ങനെ ഡിസിഷൻ എന്ന് പറയുന്ന ഈ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ബോക്സിലായിരിക്കും എഴുതുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ഈ 2 സൈഡിൽ നിന്നും ആരോസൊക്കെ നമുക്ക് ഇങ്ങോട്ട് ബ്രാഞ്ച് ചെയ്തെടുക്കാം. അതായത് ഇങ്ങോട്ടുള്ള ആരോ ട്രൂവും ഓപ്പോസിറ്റിലുള്ള ആരോ ഫാൾസ് എന്ന രീതിക്കൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഇഫ് അല്ലെങ്കിൽ ഈസ് എ ഗ്രേറ്റർ ദാൻ ബി എന്നോ അല്ലെങ്കിൽ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ ഇങ്ങനെ ഡിസിഷൻ ബോക്സിനായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഉപയോഗിക്കുന്നത് ആരോ. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ഈ ബോക്സ് എല്ലാം തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഈ ആരോ എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിക്കും. ഈ ആരോസ് ഉപയോഗിച്ചാണ് ഈ ബോക്സിനെ എല്ലാം കൂടെ കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആരോ. പിന്നെ ഇതിൽ കാണിച്ചിട്ടില്ലാത്ത ഒരു സിമ്പലും കൂടെ ഉണ്ട്, സർക്കിൾ എന്ന് പറയുന്ന ഒരു സിമ്പലും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ സർക്കിൾ എന്ന സിമ്പൽ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഈ ഫ്ലോ ചാർട്ട് മേ ബി ലെങ്തി ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് ആണെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 2-3 പേപ്പറിലായിട്ടായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കുമ്പോൾ അത് തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻ കാണിക്കാനായിട്ട് എവിടെയാണോ ജോയിൻ ചെയ്യേണ്ടത്, എവിടെ വെച്ചാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത്, നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അത് വായിച്ചെടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു കണക്റ്റിംഗ് ബോക്സ് പോലെ ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു സിമ്പലും കൂടെ റെപ്രസെൻറ്റ് ചെയ്യും. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയിൽ തന്നെ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ കാണിക്കാം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കുന്നുവെങ്കിൽ അത് സൂചിപ്പിക്കാനായിട്ട് ഒരു സർക്കിളിൻ്റെ ഒരു ഷേപ്പിലുള്ള ഒരു ബോക്സും കൂടെ വരച്ച് നമ്മൾ കാണിക്കും. എവിടെയാണോ കട്ട് ചെയ്യുന്നത് ആ പൊസിഷനിൽ ഒരു സർക്കിളിൻ്റെ ഒരു ബോക്സും കൂടെ വരച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ അടുത്ത ഒരു എക്സാമ്പിളിൽ കാണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഫ്ലോ ചാർട്ട് സിമ്പിൾസ് എന്ന് പറയുന്നത്. ഇത് എക്സാമിന് ഒരു പക്ഷേ ചോദിക്കും. ഇനി അടുത്തതാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ അൽഗോരിതത്തിൻ്റെ വീഡിയോയിൽ കണ്ട സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആ അൽഗോരിതത്തിൻ്റെ ആ സ്റ്റെപ്പുകൾ. അത് ആ അൽഗോരിതം നമുക്ക് അതേപോലെ തന്നെ ഒരു ഫ്ലോ ചാർട്ടായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫ്ലോ ചാർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും തുടങ്ങുന്നത് ഇങ്ങനെ ഓവൽ ഷേപ്പിലുള്ള ബോക്സിൽ സ്റ്റാർട്ട് എന്ന് എഴുതിയിട്ടായിരിക്കും. ഈ ഫ്ലോ ചാർട്ട് തീരുന്നത് ഈ ഓവൽ ഷേപ്പിലുള്ള ബോക്സിനകത്ത് സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടാണ് ഈ ഷേപ്പ് ബോക്സിൻ്റെ അകത്തായിട്ടാണ് ബാക്കി അൽഗോരിതത്തിൽ വരുന്ന സ്റ്റെപ്പുകളെല്ലാം നമ്മൾ എഴുതുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻപുട്ട് എമൗണ്ട്, നമ്പർ ഓഫ് ഇയേഴ്സ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നൊക്കെ സംഭവങ്ങളൊക്കെയാണ് ഇൻപുട്ട് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഇൻപുട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് പാരലോഗ്രാമിൻ്റെ അകത്ത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതിൻ്റെ ചെറുതായിട്ട് എഴുതിയാൽ മതി. പാരലോഗ്രാമിൻ്റെ അകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഈക്വേഷൻ സോൾവ് ചെയ്യുക, ഈ ഈക്വേഷണൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുക എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇക്വേഷൻ കാണിച്ച് അത് സോൾവ് ചെയ്യാനുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് അത് നമ്മൾ ഇങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ബോക്സിലായിരിക്കും നമ്മൾ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ബൈ 100 ഉണ്ട്, ഞാൻ ഇവിടെ ബൈ 100 എഴുതിയില്ല എന്നേ ഉള്ളൂ, ബൈ 100 കൂടെ എഴുതേണ്ടി വരും. ഓക്കെ. ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കാണിക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയാണോ കാൽക്കുലേറ്റ് ചെയ്തെടുത്തത് ആ ഔട്ട്പുട്ട് ഒന്ന് ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഔട്ട്പുട്ടിനുള്ള ബോക്സായ ഈ പാരലോഗ്രാം ഷേപ്പിലുള്ള ബോക്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്താണോ അൽഗോരിതം അതിന് അതേപടി തന്നെ ഒരു ഗ്രാഫിക്കൽ ഷേപ്പിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയാം. ഇത് നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ എക്സാമ്പിൾ കൂടെ നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ എന്നുള്ളത് 3 വാല്യൂസ് നമ്മൾ എൻ്റർ ചെയ്യാൻ പറയുന്നു. എന്നിട്ട് അത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ബിഗസ്റ്റ് നമ്പർ ഏതാണോ അത് ഔട്ട്പുട്ട് ചെയ്യാനായിട്ട് പറയുന്നു. അപ്പോൾ അതിൻ്റെ അൽഗോരിതമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ അൽഗോരിതം കുറച്ച് ലെങ്തിയാണ്, അത് ലെങ്തി ആയിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ സ്പ്ലിറ്റ് ചെയ്താണ് അത് ഇവിടെ വരച്ചിരിക്കുന്നത്. അത് ലെങ്തി ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഈ സ്ക്രീനിൽ തന്നെ നിൽക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനെ സ്പ്ലിറ്റ് ചെയ്താണ് വരച്ചത്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കപ്പോഴുള്ള രീതിയാണ് ഇതാ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ എത്തപ്പോഴേക്കും നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തു. അത് സ്പ്ലിറ്റ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ സർക്കുലർ ഷേപ്പ് ഇവിടെ വരച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു സർക്കിൾ വരച്ച് അതിൻ്റെ അകത്ത് ഒരു ആൽഫബറ്റും കൂടെ മെൻഷൻ ചെയ്ത് എന്നിട്ട് അതേ സർക്കിളും ആൽഫബറ്റും വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് സെയിം ആൽഫബറ്റ് തന്നെ ഇവിടെ യൂസ് ചെയ്തത്. ഇവിടെ പി ആണ് ഉപയോഗിച്ചെങ്കിൽ ഇവിടെയും പി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഏത് ആൽഫബറ്റ് വേണോ ഉപയോഗിക്കാം. കണ്ടിന്യൂഷൻ കാണിക്കാൻ വേണ്ടിയാണ് സെയിം ആൽഫബറ്റ് തന്നെ യൂസ് ചെയ്യുന്നത്. ഇതല്ല, ഇനി ഇത് കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് വേറെ ഒരു പേപ്പറിൽ വരയ്ക്കുകയാണെങ്കിൽ അവിടെ വേറെ ഒരു ആൽഫബറ്റ് യൂസ് ചെയ്യണം. ആ ആൽഫബറ്റ്സ് തമ്മിലുള്ള ജോയിനിങ് ആയിരിക്കണം കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ സർക്കിൾ വെച്ച് ഒരു ആൽഫബറ്റ് എഴുതിയിട്ടുണ്ട്. ആ സെയിം സർക്കിൾ വിത്ത് ആൽഫബറ്റ് തന്നെയാണ് ഇവിടെ വെച്ചിട്ട് ബാക്കി കൺവെൻഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലോ ചാർട്ട് സ്പ്ലിറ്റ് ചെയ്തൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്ലോ ചാർട്ട് നമ്മുടെ ഈ അൽഗോരിതം സത്യം പറഞ്ഞാൽ 4 സ്റ്റെപ്പ് അല്ലെങ്കിൽ 5 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. അതിനെയാണ് ഇത്ര ലെങ്തി ആയിട്ട് വളരെ നീളത്തിൽ ഫ്ലോ ചാർട്ട് പോലെ വരച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈസിയായിട്ട് നമുക്ക് മനസ്സിലാക്കാനൊക്കെ ഈ ഫ്ലോ ചാർട്ടിൻ്റെ രീതി കാണുമ്പോൾ തന്നെ ഇവിടെ ഒന്ന് നോക്കാം. ആദ്യം സ്റ്റാർട്ട്, പിന്നെ ഏറ്റവും അവസാനം സ്റ്റോപ്പ്. അത് 2 എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് നിർബന്ധമായിട്ടും വേണം. അത് ഓവർ ഷേപ്പ് എന്ന് പറയുന്ന ബോക്സിൻ്റെ അകത്തായിരിക്കണം നമ്മൾ സ്റ്റാർട്ടും സ്റ്റോപ്പും നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. പിന്നെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് 3 നമ്പേഴ്സ്. അതിനുവേണ്ടി പാരലോഗ്രാം ഷേപ്പിലുള്ള ബോക്സിൻ്റെ അകത്താണ് ഇൻപുട്ട് ABC എന്ന് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് വീണ്ടും ആരോ ഇട്ട് ഒരു ഡിസിഷൻ ബോക്സ് പോലെ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ കമ്പയർ ചെയ്യുന്നതാണ്, എയും ബിയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് നമ്മൾ ഡിസിഷൻ ബോക്സിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇസ് എന്നോ എഴുതാം, അത് കുഴപ്പമില്ല. ഇവിടെ ഞാൻ ഇസ് എന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഇസ് എന്നോ എഴുതാം.
ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈസ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ പോലെയാണ്. ഇവരൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട് എ ഗ്രേറ്റർ ദാൻ ബി. അതൊരു ക്വസ്റ്റ്യൻ പോലെയാണ്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ട്രൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എ ആണ് ഗ്രേറ്റർ എന്നാണ് അർത്ഥം. ഈസ് എ ഗ്രേറ്റർ ദാൻ ബി, എസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എ ആണ് വലുത് എന്നാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് നോ എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം ബി ആണ് വലുതെന്നാണ്. അപ്പോൾ ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് ചോദിക്കുമ്പോൾ എസ് ആണെങ്കിൽ ബിക്ക് ഈക്വൽ ടു എ എന്ന് പറയുന്നു. അതേസമയം എ ഗ്രേറ്റർ ദാൻ ബിയുടെ ആൻസർ നോ എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം ബിക്ക് ഈക്വൽ ടു ബി എന്ന് പറയുന്നു. അപ്പോൾ ഇത് രണ്ടും കൊടുത്തിട്ട് എസ് എന്ന് ഇങ്ങോട്ടൊരു ബ്രാഞ്ച് എടുത്തു, നോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ടൊരു ബ്രാഞ്ച് എടുത്തു. എനിക്ക് വേണമെങ്കിൽ നോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ടൊരു ബ്രാഞ്ച് എടുക്കാമായിരുന്നു, ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ടും വരാമായിരുന്നു. അത് കുഴപ്പമില്ല, ഇങ്ങനെ വേണം നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ബിഗ് എന്നുള്ളതും വന്നു, നോ എന്ന് പറഞ്ഞുകൊണ്ട് ബിക്ക് ഈക്വൽ ടു ബി എന്നും കൊടുത്തു. എന്നിട്ട് ആ രണ്ട് ആരോസും കൂടെ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് നേരെ ഇവിടെ വരുന്നത് ഈ കിട്ടുന്ന ബി, ഈ ബിഗ് ആയിരുന്നാലും ഈ ബിഗ് ആയിരുന്നാലും അതിനെ സി യു ആയിട്ട് കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് സി യു ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സി ആണ് വലുതെങ്കിൽ, അതായത് എസ് എന്നാണ് ആൻസർ വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം സി ആണ് വലുത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ബിഗ് ഈക്വൽ ടു സി എന്ന് കൊടുത്തിട്ടുണ്ട്. അതല്ല ഈ സി ഗ്രേറ്റർ ദാൻ ബിഗ് എന്ന് ചോദിക്കപ്പം നോ എന്നാണ് ആൻസർ എങ്കിൽ, നോ എന്നാണ് ആൻസർ എന്ന് പറഞ്ഞാൽ ബിഗ് ആണ് വലുത്. സിയും ബിഗും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ബിഗ് ആണ് വലുത് എങ്കിൽ നേരെ നോ എന്നുള്ള ആ ബ്രാഞ്ച് വഴി പ്രിൻറ്റ് ബിഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിഗ് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണോ അത് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അതാണ് ഈ പ്രിൻറ്റ് ബിഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഔട്ട്പുട്ട് ആയതുകൊണ്ട് പാരലോഗ്രാമിൻ്റെ അകത്തായിരിക്കും കൊടുത്തിരുന്നത്. അതേസമയം ഇവിടെ എസ് എന്നും പറഞ്ഞുകൊണ്ട് ബിഗ് ഈക്വൽ ടു സി കൊടുത്താലും അതും ആരോ നേരെ വന്ന് ഇവിടെ തന്നെയാണ് വരുന്നത്. ഈ ആരോ കഴിഞ്ഞിട്ട് പിന്നെ അത് പ്രിൻറ്റ് ബിഗ് എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റിലോട്ടാണ് പോകുന്നത്. ഇവിടെ ഈ വഴിയാണ് ആ ബ്രാഞ്ച് ചെയ്ത് വരുന്നതെങ്കിൽ, ഈ വഴിയാണ് വരുന്നതെങ്കിൽ ബിഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന സി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. എന്നിട്ട് സ്റ്റോപ്പ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ അൽഗോരിതം വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ സിമ്പിളായിട്ട് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഫ്ലോ ചാർട്ട് കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ഫ്ലോ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്നുള്ളത്. പക്ഷേ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയിപ്പോൾ ഒരുപാട് ടൈം എടുക്കുകയും ചെയ്യും. ഈ ഷേപ്പൊക്കെ വരച്ച് ഇതൊക്കെ എഴുതണമല്ലോ, അപ്പോൾ അത് ഒരുപാട് ടൈം എടുത്തൊന്നും വരും. ഇനി ഒരു ഫ്ലോ ചാർട്ടും കൂടെ കാണിക്കാം, ചെറിയൊരു ഫ്ലോ ചാർട്ട്. നമ്മുടെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അൽഗോരിതം. അത് നമ്മൾ കഴിഞ്ഞ തൊട്ട് മുന്നത്തെ വീഡിയോ നമ്മളത് ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൻ്റെ സെയിം ആ അൽഗോരിതത്തെ അതേപടി നമ്മൾ ഫ്ലോ ചാർട്ട് ആക്കിയിരിക്കുന്നതാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതേപടി ഫ്ലോ ചാർട്ട് ആക്കിയപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് പലതും ചെറിയൊരു കൺസൈസ് ചെയ്ത ഫോമിലാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എഴുതുന്നത്. ഇവിടെ ആദ്യം ഇൻപുട്ട് എത്ര ഇൻപുട്ട് ചെയ്യാനായിട്ട് ചോദിച്ചു, അത് നമ്മൾ പാരലോഗ്രാമിലായിരിക്കും പറയുന്നത്. അതിൻ്റെ കൂടെ ഐയുടെ വാല്യൂ 1 എന്നും സമ്മിൻ്റെ വാല്യൂ 0 ആയിട്ട് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നു. എന്നിട്ട് ഈസ് ഐ ഗ്രേറ്റർ ദാൻ n, അതായത് ഈ സ്റ്റെപ്പ് 3 എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ ട്രൂ ആണ് എങ്കിൽ നേരെ സ്റ്റെപ്പ് 7 പോകാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഡിസിഷൻ്റെ ആൻസർ യെസ് ആണെങ്കിൽ നേരെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലോട്ട് വരുന്നത്. ഈ സ്റ്റെപ്പ് 7 എന്ന് പറഞ്ഞാൽ പ്രിന്റ് ദ വാല്യൂ ഓഫ് സം എന്നാണ്. അപ്പോൾ അതാണ് റൈറ്റ് ഔട്ട്പുട്ട് സം എന്നുള്ള ഇത് പാരലോഗ്രാമിൽ കൊടുത്തിട്ടുള്ളത്. ഇത് എസ് എന്ന് വരികയാണ്. അതല്ല ഇൻ കേസ് നോ ആയിട്ട് വരികയാണെങ്കിൽ, അതായത് ഇവിടെ ചെക്ക് ചെയ്ത് അതർവൈസ് ഗോ ടു സ്റ്റെപ്പ് 4 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോ ആയിട്ട് വരികയാണെങ്കിൽ അത് നേരെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആഡ് ഐ ടു സമം ഇൻക്രിമെൻ്റ് വാല്യൂ ഓഫ് i/1, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിലൂടെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ റെക്റ്റാങ്കിളിലായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതൊന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും. അത് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ അകത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നോ എന്ന് പറഞ്ഞ റെക്റ്റാങ്കിൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആരോ വീണ്ടും തിരിച്ച് മുകളിലോട്ട് പോയി വീണ്ടും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. അതാണ് ഈ സ്റ്റെപ്പ് 6 ഗോ ബാക്ക് ടു സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആരോ മുകളിലോട്ട് പോയി ഈ കണ്ടീഷൻ വന്നതിൻ്റെ മുകളിലോട്ട് ആരോ വന്ന് ജോയിൻ ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും ഈ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, നോ ആണെങ്കിൽ പിന്നെ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെയും ചെക്ക് ചെയ്യുന്നു. അങ്ങനെ അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ ഐയുടെ വാല്യൂ എന്നിനേക്കാളും കൂടുന്നത്, അതായത് ഐ ഗ്രേറ്റർ ദാൻ n ആണോ എന്ന് ചോദിക്കുകയാണ്. ഐയുടെ വാല്യൂ എന്നിനേക്കാളും കൂടുന്ന എപ്പോഴാണോ അവിടെ വെച്ച് അത് എസ് എന്ന് പറഞ്ഞ് താഴെ സമ്മിൻ്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറയും. അപ്പം ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഫ്ലോ ചാർട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഫസ്റ്റ് ഇയർ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തെടുത്തതെന്ന്. ഇത് സത്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാർ ഈ ഫ്ലോ ചാർട്ട് വെച്ചിട്ട് ഒന്നും കൂടെ നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഐയുടെ വാല്യൂ 1 എന്ന് കൊടുത്ത് സമ്മിൻ്റെ വാല്യൂ 0 കൊടുത്തിട്ട് ഓരോ തവണയായിട്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ ജസ്റ്റ് റഫായിട്ട് എന്നിൻ്റെ വാല്യൂ 5 എന്ന് നിങ്ങൾ എടുത്താൽ മതി. എന്നിൻ്റെ വാല്യൂ 100 ഒന്നും എടുക്കാൻ നിൽക്കേണ്ട. എന്നിൻ്റെ വാല്യൂ വല്ല 5 എന്നോ അല്ലെങ്കിൽ 6 എന്നോ ഒക്കെ എടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ മാനുവലായിട്ട് ഇങ്ങനെ സോൾവ് ചെയ്ത് നോക്കുക. ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് സമ്മ് കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് വരിക. അപ്പം ചെയ്ത് വരുമ്പോഴേക്കും എപ്പോഴാണ് ഐയുടെ വാല്യൂ എത്ര എത്തുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സമ്മിൻ്റെ വാല്യൂ കിട്ടുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മാനുവലായിട്ട് നോക്കുമ്പോഴേക്കും മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഐഡിയ കിട്ടിയാൽ ബാക്കി നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ഒക്കെ ഈസി ആയിട്ട് മനസ്സിലാവും. ഇതാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഇത് മേ ബി എക്സാമിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ തന്നിട്ട് അൽഗോരിതം എഴുതാൻ മേ ബി പറഞ്ഞെന്നിരിക്കും. എന്നാലും ഇതിൽ നിന്ന് തിയറി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് എന്ന ടോപ്പിക്കിൽ നിന്ന് തിയറി ചോദിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയാണുള്ളത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്ക്, ഫസ്റ്റ് മോഡിൽ തീർന്നിട്ടില്ല, ഇനിയും 1-2 മെയിൻ ടോപ്പിക്കും കൂടെ പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.